അപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ഇറങ്ങി. ചെറാട്ടുപള്ളി അറിയപ്പെട്ട പഴക്കമുള്ള ചെറാട്ടുപള്ളി ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ആളുകളൊക്കെ പിരിഞ്ഞു പോയി. ഞാനും പിരിഞ്ഞു പോന്നു. കണ്ടോ, ദൂരെ നിങ്ങൾക്ക് കൂരിയാട് ഹൈവേ കാണാൻ സാധിക്കും. ആ ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ട് നേരെ നോക്കിയാൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ നോക്കിയാൽ വിശാലമായി കിടക്കുന്ന ഞങ്ങളുടെ കുറ്റൂർ പാടമാണ് കാണുന്നത്. കണ്ടോ, ഇപ്പോൾ നെൽകൃഷിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഒന്നും കൃഷിയൊന്നുമില്ല. അപ്പോൾ വെറുതെ പുല്ല് മുളച്ചിരിക്കുകയാണ്. ഇപ്പം മത്സ്യം ഉണ്ടായിരിക്കും, വെള്ളമുണ്ട് പാടത്ത്. പക്ഷേ മത്സ്യം പണ്ടത്തെ പോലെ ഇല്ല, വളരെ കുറവാണ്. കാരണം എന്താണ്? കുട്ടികൾക്കെല്ലാവർക്കും അറിയാം. ഞാനിന്ന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം. ജീവശാസ്ത്രത്തിൽ, ബയോളജിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കൃഷിക്ക് വേണ്ടി ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്സ്, അതായത് കീടനാശിനികൾ ധാരാളമായി ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ വ്യത്യസ്ത കെമിക്കൽസ് കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടല്ലോ, വളമായിട്ടും മറ്റൊക്കെ. അതൊക്കെ ഈ ദോഷമാണ്. ഈ രാസവളവും കെമിക്കലാണല്ലോ. അതൊക്കെ ഈ മത്സ്യത്തിൻ്റെ എണ്ണം ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വരാൻ കാരണം, എണ്ണം കുറയാൻ കാരണം അതാണ്. ഇപ്പം മത്സ്യം ഇല്ല എന്നല്ല, മത്സ്യം ഉണ്ട്. പക്ഷേ മത്സ്യം വളരെ കുറവാണ്. ഇവിടെ നിന്നിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഓർമ്മ, ഇങ്ങനെ പഴയകാല ഓർമ്മകളിങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. മഴ വരുന്നുണ്ട്, മേഘം കറുത്ത് വരുന്നുണ്ട്. മഴ പെയ്താൽ ഇപ്പോൾ ഞാൻ ഈ പാടത്ത് കുടുങ്ങും. ഇതാ ഓവാലൊക്കെ കാണുന്നില്ല, ഓവാലം. ഈ ഓവാലത്തിൻ്റെ അവിടെ കണ്ട ഓവാലം, പുഴവെള്ളം വരുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ ബാപ്പു, എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, എന്നെ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച എൻ്റെ ജ്യേഷ്ഠൻ അബ്ദുൽ ഖാദിർ ദാരിമി എന്ന എൻ്റെ ജ്യേഷ്ഠൻ, ഈ ഓവാലത്ത് നിന്ന് പുഴവെള്ളം വരുന്ന സമയത്ത് എനിക്കും ഒന്നും അങ്ങനെ മറിഞ്ഞു ചാടാൻ കഴിയുകയില്ല വെള്ളത്തിലേക്ക്, പുഴവെള്ളത്തിലേക്ക്. അങ്ങനെ മറിഞ്ഞു ചാടാൻ കഴിവുള്ള ആളാണ് എൻ്റെ നേരെ ജ്യേഷ്ഠനായ ബാപ്പു എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ ജ്യേഷ്ഠൻ അബ്ദുൽ ഖാദിർ ദാരിമി. കണ്ടോ, അവിടെ കുയ്യമ്മണ്ണിലെ പള്ളി ദൂരെ നിന്ന് കാണുന്നില്ലേ? ഈ പള്ളിക്ക് തറക്കല്ലിട്ടത് മഹാനരായ എൻ്റെ ഉമ്മയുടെ വല്ലിപ്പയായ കുറ്റൂർ കമ്മുണ്ണി മുസ്ലിയാർ ഉപ്പാപ്പ എന്ന മഹാനരാണ്. അവരെപ്പറ്റി പിന്നെ ഇവിടെയുള്ള വയസ്സായ ആളുകൾക്കൊക്കെ അറിയാം, ഫേമസാണ്. വയസ്സായ ആളുകൾക്ക് ഫേമസാണ്. നല്ല മഴ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. കണ്ടോ, മേഘം കറുത്ത് തുടങ്ങി, മഴ വരുന്നുണ്ട്. ഇപ്പം മഴ വർഷിച്ചാൽ ഞാൻ ഈ പാടത്ത് കുടുങ്ങും, മഴ കൊള്ളേണ്ടി വരും. പാടത്തിൻ്റെ ഏകദേശം സെൻട്രലാണ്, കുറ്റൂർ പാടത്തിൻ്റെ ഏകദേശം സെൻട്രലിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ AR നഗറിലേക്ക് പോകുന്ന റോഡാണിത്. നേരെ പോയാൽ AR നഗറിലേക്ക് എത്തിച്ചേരും. മഴ പെയ്യാതിരുന്നാൽ ഞാൻ നനയാതെ രക്ഷപ്പെടും. കണ്ടോ, ഊരകമലയിലേക്ക് കറുത്ത മേഘങ്ങൾ. ഊരകമലയെ ഉമ്മ വെക്കുന്നത് കാണുന്നില്ലേ? ഊരകമല അവിടെ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നൊസ്റ്റാൾജിയ നൽകുന്ന കാഴ്ചയാണ് ഈ പാടവും പ്രദേശങ്ങളുമെല്ലാം. അപ്പോൾ എല്ലാവരും, നിങ്ങൾ മാത്രം സബ്സ്ക്രൈബും ഷെയറും ചെയ്താൽ പോരാ, നിങ്ങളെ കുടുംബത്തിൽപ്പെട്ടവരും എല്ലാം ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് വരുമാനം കൂടുകയും നമുക്ക്, എൻ്റെ സ്കൂൾ മക്കൾക്കാണ് ഇതിൻ്റെ യൂട്യൂബ് വരുമാനമെന്ന് ഞാൻ പരസ്യപ്പെടുത്തിയതാണല്ലോ. അതുകൊണ്ട് എല്ലാവരും, നിങ്ങൾ മാത്രം സബ്സ്ക്രൈബും ലൈക്കും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ പോരാ, നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട്
ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അത് നിങ്ങൾ പ്രചരിപ്പിക്കണം. ഈ ചെള്ളപ്പറമ്പ് മീഡിയയെ നിങ്ങൾ പ്രചരിപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ചാനൽ വിജയിച്ച് എല്ലാ കുട്ടികളെയും സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. പാവപ്പെട്ട ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന ചേറൂർ ഹൈസ്കൂളിൽ. മഴ പെയ്തു സഹോദരങ്ങളെ, മഴ പാറ്റുന്നുണ്ട്. ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.